Hello everyone. Welcome to the eye-opener video of Thanam Smart Savings and Investment Solutions. 2025 ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ഏറ്റവും മികച്ച മോണോപോളി ഓഹരികളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. മാർക്കറ്റിൽ ഈ മോണോപോളി സ്റ്റോക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിമിതമായ മത്സരം നിലനിൽക്കുന്നതോ ഒരു കമ്പനി മാത്രം മോണോപോളിയായി പ്രവർത്തിക്കുന്നതോ ആയ കമ്പനികളുടെ സ്റ്റോക്കുകളെയാണ് മോണോപോളി സ്റ്റോക്കുകൾ എന്ന് വിളിക്കുന്നത്. ഈ കമ്പനികൾ അവയുടെ ബന്ധപ്പെട്ട സെക്ടറുകളിൽ അടിസ്ഥാനപരമായി മോണോപോളിസ്റ്റിക് പൊസിഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് പ്രൈസിംഗ്, മാർക്കറ്റിംഗ്, ഷെയർ പ്രോഫിറ്റബിലിറ്റി എന്നിവയിൽ അവർക്ക് വലിയൊരു കൺട്രോൾ നൽകുന്നു. ശക്തമായ പ്രൈസിംഗ് പവർ, ഉയർന്ന എൻട്രി ബാരിയേഴ്സ്, സ്ഥിരമായ ഡിമാൻഡ് എന്നിവയിൽ നിന്ന് അത്തരം കമ്പനികൾക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വളരെ ആകർഷകമാക്കുകയും ചെയ്യുന്നു. യൂട്ടിലിറ്റികൾ, റെയിൽവേ, ടെക്നോളജി, എസൻഷ്യൽ ഗുഡ്സ് തുടങ്ങിയ സെക്ടറുകളിലാണ് ഈ മോണോപോളി സ്റ്റോക്കുകൾ പലപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ കൺട്രോൾ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ പേറ്റന്റുകൾ, ഗണ്യമായ മൂലധന ആവശ്യകതകൾ തുടങ്ങി പുതിയ എതിരാളികൾ വിപണിയിൽ പ്രവേശിക്കുന്നതിന് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ റെയിൽവേ ടിക്കറ്റിംഗിൽ IRCTC, സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി സേവനങ്ങളിൽ CSDL, ഇൻഫോസിസ്, നെസ്ലെ ഇന്ത്യ, ഗ്ലാൻമാർക്ക് ലൈഫ് സയൻസ്, കോൾ ഇന്ത്യ, പ്രാജ് ഇൻഡസ്ട്രീസ് എന്നിവ ഇത്തരം മോണോപോളി സ്റ്റോക്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ ഇൻഫോസിസും നെസ്ലെയും പോലെയുള്ള കമ്പനികൾ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വളരെ നല്ല കമ്പനികളായിട്ട് ഈ മോണോപോളി സ്റ്റോക്കുകളിൽ കണക്കാക്കപ്പെടുന്നു. ഇൻഫോസിസിന്റെ ശക്തമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. ശക്തമായ കോർപ്പറേറ്റ് ഭരണം, സുതാര്യത, ഉത്തരവാദിത്തം എന്നിവയ്ക്ക് ഇൻഫോസിസിന് വളരെ വലിയൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ അവരുടെ കയ്യിലുണ്ട്. വളരെ ഉയർന്ന നിലവാരമുള്ള IT സേവനങ്ങൾ നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് കമ്പനിയുടെ ഉയർന്ന മാർജിൻ നിലനിർത്താൻ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇൻഫോസിസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായിട്ട് വലിയ രീതിയിൽ സാമ്പത്തിക നിക്ഷേപം നടത്തുന്നു. ഇത് കമ്പനിയെ അവരുടെ കോമ്പറ്റേറ്റേഴ്സുമായിട്ടുള്ള ഒരു മത്സരത്തിന് വളരെ മുൻപന്തിയിൽ നിർത്താൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് ആ ഒരു പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയെ വളരെയധികം സഹായിക്കുന്നു. ടാലന്റ് അക്വസിഷൻ ആൻഡ് റിട്ടൻഷൻ, മുമ്പ് പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനും നിലനിർത്താനുമുള്ള കമ്പനിയുടെ ഒരു കഴിവ് എടുത്തു പറയേണ്ടത് ഒന്നാണ്. വളരെ മികച്ച രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, പ്രോസസ് ഓട്ടോമേഷനും അതുപോലെ മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സുകളും വളരെയധികം കമ്പനിയുടെ നല്ല നിലവാരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് കമ്പനിക്ക് നൽകാൻ തീർച്ചയായിട്ടും സഹായകരമായിട്ട്. അതുപോലെ തന്നെ നെസ്ലെ ഇന്ത്യയെ പറ്റി നോക്കുകയാണെങ്കിൽ അവർക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് പോർട്ട്ഫോളിയോ ഉണ്ട്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആൻഡ് ഇന്നോവേഷൻ ടീമുണ്ട്. തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഒരു വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് അവരുടെ പ്രോഡക്റ്റുകൾ എത്താൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അവർ നിലനിർത്തുന്നുണ്ട്. ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അവരൊരു വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. കൊമേഴ്സിലായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗിലും ഒക്കെ ആയിട്ട് അവർ വളരെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് തീർച്ചയായിട്ടും ഈ രണ്ട് കമ്പനികളെ മറ്റ് മൊണോപോളി കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. കമ്പനികളുടെ ഒരു കോമൺ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഇന്നോവേഷൻ, അതിലൂടെ നല്ലൊരു കോമ്പറ്റീഷൻ അവരുടെ എതിരാളികൾക്ക് കൊടുക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അവരുടെ നിലനിർത്തുന്നുണ്ട്. പ്രോസസ് ഓട്ടോമൈസേഷനും അതുപോലെ തന്നെ പ്രോസസ് ഒപ്റ്റിമൈസേഷനുകളിൽ കൂടെയും ഒക്കെ അവർ സ്ട്രോങ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നിലനിർത്തുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസും ഈ രണ്ട് കമ്പനികൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇതൊക്കെ കാരണം നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് കമ്പനികൾ ഒരുപക്ഷെ നമുക്ക് വളരെ സുപരിചിതമായ IRCTC അല്ലെന്നുണ്ടെങ്കിൽ കോൾ ഇന്ത്യ പോലെയുള്ള ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള മോണോപോളിക് സ്റ്റോക്കുകളിൽ നിന്ന് വേറിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്റ്റോക്ക് പിക്കിംഗ് ആണ്. അതിൽ നമുക്ക് തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു ഇൻപുട്ട് ഇതിൽ നിന്ന് ലഭിക്കും എന്ന് നമുക്ക് കരുതാം. അപ്പോൾ എനിവേ നമുക്ക് വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് എക്സ്പ്ലനേഷൻ. ആദ്യമായി ഇൻഫോസിസ് ലിമിറ്റഡ് ആണ്. ബിസിനസ് കൺസൾട്ടിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഔട്ട്സോഴ്സിംഗ് സർവീസസ് ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയാണ് ഇൻഫോസിസ് ലിമിറ്റഡ്. 1981 സ്ഥാപിതമായ ഈ ഒരു കമ്പനിയുടെ ആസ്ഥാനം ബംഗളൂരുവിലാണ്. 2021 ഓഗസ്റ്റ് 24 ഇൻഫോസിസ് $100 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റൽ നേടുന്ന 4ാമത്തെ ഇന്ത്യൻ കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. സ്ഥിരതയുള്ള വിപണി സ്ഥാനം. ഇൻഫോസിസ് IT കൺസൾട്ടിംഗ്, സോഫ്റ്റ്വെയർ വ്യവസായത്തിൽ പ്രമുഖരാണ്. ET 500ൽ 19ാം സ്ഥാനത്താണ് കമ്പനി. ഇത് ശക്തമായ വിപണി സാന്നിധ്യത്തെയും ബ്രാൻഡ് അംഗീകാരത്തെയും സൂചിപ്പിക്കുന്നു. ഡൈവേഴ്സിഫിക്കേഷൻ ബെനഫിറ്റ്സ്. ഇൻഫോസിസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്
IT സോഫ്റ്റ്വെയർ മേഖലയെ പരിചയപ്പെടാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഡിജിറ്റൽ യുഗത്തിൽ അതിന്റെ ഇമ്മ്യൂണിറ്റിക്കും വളർച്ചാ സാധ്യതയ്ക്കും പേരുകേട്ടതാണ് ഈ കമ്പനി. ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പോർട്ട്ഫോളിയോ സ്ഥിരതയും ലോങ് ടേം വരുമാനവും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് കോമ്പോസിഷൻ, IT കൺസൾട്ടിംഗ്, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഇവ വളരെ കോമ്പറ്റേറ്റീവ് ആണ്. എന്നിരുന്നാലും ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് മാർക്കറ്റ് ഷെയറിനായിട്ട് മത്സരിക്കുമ്പോൾ ഇൻഫോസിസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഒപ്പണന്റുകളിൽ നിന്നും അതുപോലെ തന്നെ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകളിൽ നിന്നും കടുത്ത മത്സരവും നേരിടുന്നുണ്ട്. ഇത് അതിന്റെ വളർച്ചാ സാധ്യതകളെയും മാർജിനെയും ബാധിക്കാനും സാധ്യതയുണ്ട്. ഗ്ലോബൽ എക്കണോമിക് അൺസർട്ടനിറ്റി, ഇൻഫോസിസിന്റെ പ്രകടനം ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എസ്പെഷ്യലി US, യൂറോപ്പ് പോലെയുള്ള പ്രധാന മാർക്കറ്റുകളിൽ ഈ സെക്ടറുകളിലെ ഏത് മാന്ദ്യവും IT സേവനങ്ങൾക്കുള്ള ക്ലയന്റ് ചെലവുകളെ ബാധിച്ചേക്കാം. ടാലന്റ് അക്വസിഷൻ ആൻഡ് റിട്ടൻഷൻ, IT വ്യവസായം പ്രതിഭകളാൽ നയിക്കപ്പെടുന്നു. ആയതിനാൽ ഇൻഫോസിസ് അതിന്റെ കോമ്പറ്റേറ്റീവ്നെസ് നിലനിർത്തുന്നതിന് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വളരെ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിലും നിലനിർത്തുന്നതിലും തുടർച്ചയായി ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതുണ്ട്. മികച്ച എംപ്ലോയീസിനെ ആകർഷിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ പരാജയപ്പെടുന്നത് കമ്പനിയുടെ പുതിയ ആശയങ്ങൾ നവീകരിക്കാനും ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകാനുമുള്ള കഴിവിന് തടസ്സമായി നിന്നേക്കാം. ഇന്ത്യയിൽ IT കമ്പനികൾ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം അമേരിക്കയെ ആശ്രയിക്കുന്നതിനാൽ അവരുടെ വളർച്ചാ പ്രതീക്ഷകളിൽ ഇൻവെസ്റ്റേഴ്സ് അതീവ ജാഗ്രത പുലർത്തുന്നുമുണ്ട്. സാമ്പത്തിക മാന്ദ്യ ഭീതി US മാർക്കറ്റിനെ ബാധിച്ചതോടെ ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള IT ഷെയറുകൾ ഇപ്പോൾ കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. മാർക്കറ്റ് ഒരു വീണ്ടെടുക്കലിന് ശേഷം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും തീർച്ചയായും നല്ലത്. രണ്ടാമതായി നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. സ്വിസ് ബഹിരാഷ്ട്ര കമ്പനിയായ നെസ്ലെയുടെ ഇന്ത്യൻ അനുബന്ധ സ്ഥാപനമാണ് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് കമ്പനിയുടെ ആസ്ഥാനം. ഭക്ഷണം, പാനീയങ്ങൾ, ചോക്ലേറ്റ്, മധുര പലഹാരങ്ങൾ എന്നിവയാണ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ. നെസ്ലെ ഇന്ത്യയിലെ പ്രീമിയം FMCG ബ്രാൻഡുകളിൽ ഒന്നായി നിലനിൽക്കുമ്പോൾ തുടർച്ചയായ വളർച്ചയും പ്രോഫിറ്റബിൾ ഫിനാൻഷ്യൽ പെർഫോമൻസുമാണ് കമ്പനിയുടെ മുഖ്യ ആകർഷണം. കഴിഞ്ഞ 3 വർഷമായി കമ്പനി 23.61% ലാഭ വളർച്ചയും 22.25% വരുമാന വളർച്ചയും കൈവരിച്ചിട്ടുണ്ട്. ഇത് കസ്റ്റമർ ഡിമാൻഡ്, സ്ട്രോങ് മാർക്കറ്റിംഗ് പെർഫോമൻസ്, ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. കമ്പനിയുടെ 116.99% റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE അതിന്റെ മൂലധന ചെലവുകൾക്ക് മികച്ച റിട്ടേൺ നൽകുന്നതിന്റെ തെളിവാണ്. കൂടാതെ ആരോഗ്യകരമായ ROCE റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എഫിഷ്യൻസിയും ഉറപ്പുവരുത്തുന്നു. ഇതിനു പുറമെ സ്ഥിരതയുള്ള ഡിവിഡന്റ് നൽകുന്ന രീതിയിലൂടെയും ഓഹരി ഉടമകൾക്ക് മികച്ച നേട്ടം നൽകുന്ന വേഗത്തിൽ വളരുന്ന സ്റ്റോക്കായി നെസ്ലെ ഇന്ത്യ മാറുന്നു. നല്ലൊരു വിപണന ശൃംഖല അവർക്കുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന ഉപഭോക്തൃ വിശ്വാസം, നൂതനമായ ഉൽപ്പന്നങ്ങൾ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, സ്ഥിരതയുള്ള ഡിവിഡന്റ് ഇവയൊക്കെയാണ് ആ ഒരു നെസ്ലെ ഇന്ത്യയുടെ വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. നെസ്ലയുടെ ഒരു പോസിറ്റീവ് വശങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ഥിരതയുള്ള വരുമാനം, ശക്തമായ മാർജിനുകൾ, ലോങ് ടേം ബ്രാൻഡ് വിശ്വസ്തത എന്നിവ കമ്പനിയുടെ പോസിറ്റീവ് വശങ്ങളാണ്. കമ്പനിയുടെ റിസ്കുകളെ പറ്റി നോക്കുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ക്രിയേറ്റീവായിട്ടുള്ള കടുത്ത മത്സരങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. എൻവറോൺമെന്റൽ, ട്രേഡ് ലോസ്, അതുപോലെ തന്നെ ഡെയിലി ബിസിനസ് മൂവ്മെന്റ്സ് ഇവയൊക്കെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് നിലകൊള്ളുന്നുണ്ട്. കോമ്പൗണ്ടർ സ്റ്റോക്ക് എന്ന നിലയിൽ സ്ഥിരതയുള്ള വളർച്ച, സ്ഥിരതയുള്ള റിട്ടേണുകൾ, ഡിഫൻസീവ് സെക്ടറിന്റെ സുരക്ഷിതത്വം എന്നിവ ഈ ഓഹരിയെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യമാക്കുന്നു. എന്നിരുന്നാലും ഉയർന്ന വാല്യുവേഷൻ മെട്രിക്സ്, റോ മെറ്റീരിയൽ ഡിപ്പെൻഡൻസി, മാർക്കറ്റ് കോമ്പറ്റീഷൻ, എക്കണോമിക് റീസൺസ് തുടങ്ങിയ വെല്ലുവിളികളെക്കുറിച്ച് നിക്ഷേപകർ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. മോണോപോളി സ്റ്റോക്കുകൾ മാർക്കറ്റിൽ ആധിപത്യം പുലർത്തുന്ന ബിസിനസ്സുകളായതിനാൽ ഇൻവെസ്റ്റേഴ്സിന് സസ്റ്റൈനബിൾ ഇൻകവും വിപണിയിൽ നിന്നുള്ള റെസിലിയൻസും നൽകാൻ കഴിയുന്നു. ഇൻഫോസിസ്, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ കമ്പനികൾ അവരവരുടെ മേഖലകളിൽ പ്രധാന സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ കമ്പനികൾക്ക് ലോങ് ടേം വളർച്ചാ സാധ്യതകളുണ്ട്. എന്നാൽ ഈ സ്റ്റോക്കുകൾക്കുള്ള വില നിർണ്ണയവും വിപണി വെല്ലുവിളികളും കണക്കിലെടുക്കേണ്ട ഘടകങ്ങൾ തന്നെയാണ്. വിപുലമായ റിസർച്ച് അടിസ്ഥാനമാക്കിയും മാർക്കറ്റ് മൂവ്സ് മനസ്സിലാക്കിയും ഫ്യൂച്ചറിലെ വളർച്ചാ സാധ്യതകൾ വിലയിരുത്തിയതിനു ശേഷം വേണം നമ്മൾ ഈ ഒരു സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.